കാണാൻ പോകുന്നതിന്റെ അഭ്യാസ പ്രകടനങ്ങളാണ്. പിന്നെ ഒരു രഹസ്യം നിങ്ങളടുത്ത് മാത്രം പറയാം. ഹലോ കൂട്ടുകാരി, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പിന്നെ ഈ നൈറ്റി ഒക്കെ ഇട്ട് വന്ന അമ്മച്ചി ലുക്കിൽ എന്താ പരിപാടി എന്നായിരിക്കും അല്ലേ? വേറൊന്നും അല്ല, ഇപ്പൊ ചക്ക സീസൺ അല്ലേ, നമുക്ക് വേറെ എവിടെയും പോയി ചക്കയൊന്നും ഒപ്പിക്കാനില്ല. എന്റെ പിറകിൽ രണ്ടുപേര് നിൽക്കുന്നുണ്ടോ, അതിലൊരാളെ ഞാനിപ്പൊ വെട്ടും. എന്നിട്ട് എന്തിനാ അറിയോ, ചക്കവറ്റൽ ഉണ്ടാക്കാൻ പോവുക. അപ്പൊ നമുക്ക് നോക്കിയാലോ എങ്ങനെ ചക്കവറ്റൽ ഉണ്ടാക്കാമെന്ന്. പിന്നെ ഒരു രഹസ്യം നിങ്ങളടുത്ത് മാത്രം പറയാം. ഇതുവരെ ഒറ്റയ്ക്ക് ചക്ക വെട്ടിയിട്ടുമില്ല, ഒറ്റയ്ക്ക് വൃത്തിയാക്കിയിട്ടുമില്ല, ചക്കവറ്റൽ ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ടുമില്ല. എന്നാ നമുക്കിതൊക്കെ ഒന്ന് ചുമ്മാ ചെയ്ത് നോക്കാം. കൂട്ടുകാരെ, നമുക്കിവിടെ 3 ചക്കകളാണ് നമ്മുടെ ചക്കമരത്തിൽ ആകെപ്പാടുള്ളത് കേട്ടോ. കുഞ്ഞു പ്ലാവാണ് ഇവള്. അപ്പോൾ അതെ കാണിച്ചു തരാം. ഇത് 2 എണ്ണം. ഇത് നമുക്ക് മൂത്തോന്നൊന്ന് അടിച്ച് നോക്കാം. എനിക്കറിയത്തില്ല, മൂത്ത് കാണും. പിന്നെ അതുകൊണ്ട് അങ്ങോട്ടൊരെണ്ണം നിൽപ്പുണ്ട് ആ സൈഡിൽ. അതാണ് ലക്ഷ്യം. ഈ കാണുന്ന ചക്കയാണ് നമുക്ക് വെട്ടേണ്ടത്. നോക്കാം. നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോയി ചക്കവറ്റൽ ഉണ്ടാക്കാം. ഒരു ജോലിയും അറിയത്തില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ. ഇതെന്റെ അച്ചായിക്ക് ഒരു സർപ്രൈസ് ആവും കേട്ടോ. കാര്യം അച്ചായിക്കാണ് ചക്ക വൃത്തിയാക്കാനും ഒക്കെ അറിയാവുന്ന. ഇവനെ എങ്ങനെയെങ്കിലും ഞാൻ വൃത്തിയാക്കും, എന്നിട്ട് ഞാൻ പൊരിച്ച് ചക്ക ചിപ്സ് ഉണ്ടാക്കും. അപ്പൊ നമുക്ക് പോയി ചക്ക ചിപ്സ് ഉണ്ടാക്കാം. ഇവനെ ഒന്ന് വെട്ടിയെടുക്കാം. അവിടെ ഇരിക്കട്ടെ. ഈ പേപ്പറിലോട്ടോട്ട് വെക്കാം. എന്നിട്ട് നമ്മുടെ കത്താളാണ് എടുത്തേക്കുന്നത്. കത്താളിനകത്തേക്ക് കുറച്ച് ഓയിൽ കേട്ടോ. ഇതൊക്കെ എനിക്ക് അച്ചായി ചെയ്ത് കണ്ട നല്ല ശീലമാണ്. കുറച്ച് ഓയിൽ അങ്ങോട്ട് പുരട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നതിന്റെ അഭ്യാസ പ്രകടനങ്ങളാണ്. യെസ്, ഒറ്റ വെട്ടിന് ഞാൻ ചക്ക 2 ആക്കിയിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ. ഇനി ഇവനെ നമുക്ക് ഒരമ്മയുണ്ട് കൂട്ടുകാരെ. എനിക്ക് ഈ പരിപാടി ഒന്നും അറിഞ്ഞൂടെ, എന്തോ ചെയ്യാണ്. നമ്മൾ താണ്ടെ ചക്ക വൃത്തിയാക്കാൻ പോവാ കേട്ടോ. ചക്കയുടെ ആ ഒരു കറയൊന്നും കയ്യിൽ പറ്റാതിരിക്കാൻ വേണ്ടിട്ട് കയ്യിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഒരാൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പൊളിച്ചു തരുന്ന ചക്ക അമ്മ ഇരുന്ന് അരിഞ്ഞു തരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് വൃത്തിയാക്കാം. നമ്മളിങ്ങനല്ലേ ഓരോ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. നമുക്കൊന്നും അറിയത്തില്ല എന്നും പറഞ്ഞിരുന്ന വീട്ടിൽ ഇരിക്കാനല്ലേ പറ്റും. ഒരു ഷോട്ട് എടുക്കുന്നില്ല ഇവിടെ. സൂം ചെയ്ത് കാണുന്നത് കാണാം. കൂട്ടുകാരെ, നമ്മുടെ ചക്ക വറ്റലിന് ഞാൻ ചക്ക വൃത്തിയാക്കി അമ്മയുടെ കയ്യിലോട്ട് കൊടുക്കും കേട്ടോ. അമ്മ അതാ എനിക്ക് ഇതുപോലെ നല്ല നീളത്തി വേണം അരിയേണ്ടത്, അല്ലേ അമ്മേ? അമ്മയ്ക്ക് അരിയാനൊക്കെ നല്ല മിടുക്കിയാണ്. അപ്പൊ നീളത്തി നമുക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ചക്കയെല്ലാം വൃത്തിയാക്കി നീളത്തി ഒന്ന് അരിഞ്ഞതിന് ശേഷം കാണാം. നമ്മൾ ചക്കയെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി പിച്ചാത്തിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അത് ഞാൻ ഇവിടെ ഒരു ചകിരിയുടെ തുണ്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇത്തിരി എണ്ണ അങ്ങോട്ട് ഒഴിക്കുക. നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ഭയങ്കര മഴക്കോളും വരുന്നുണ്ട്. നല്ല രീതിയിൽ നമ്മൾ ഒരു ചകിരിയുടെ ഇങ്ങനെ വെച്ചിങ്ങനെ ആക്കുമ്പോഴത്തേക്ക് പിച്ചാത്തിലെ കറയൊക്കെ അങ്ങ് പോകും കേട്ടോ. അടുത്ത നെക്സ്റ്റ് പിച്ചാത്തി. ഇനി നല്ല അടിപൊളി മഴക്കാർ വരുന്നുണ്ട്, കാണിച്ചു തരാം. നമ്മൾ ചക്കവറ്റൽ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ മഴ വീഴുമെന്നാണ് തോന്നുന്നത്. കണ്ടോ, നല്ല സൂപ്പർ മഴക്കാറാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കല്ലാതെ വേസ്റ്റ് കളയാനൊക്കെ സ്ഥലങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇതിനകത്തേക്ക് ഇനി നമ്മുടെ ചക്കയുടെ വേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കങ്ങ് കുഴിച്ചു മൂടി കൊടുക്കാം. നല്ല മഴയും വരുന്നുണ്ട്. ഇവിടെ തെങ്ങിനൊരു വളവുമാണ് കേട്ടോ.
വറക്കാനാണേ. നമ്മൾ പോയി വെട്ടിക്കൊണ്ട് വന്ന് നമ്മുടെ ചക്ക വൃത്തിയാക്കി ചക്ക വറ്റലിന് വേണ്ടി അരിഞ്ഞു വെച്ചേക്കുവാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കണ്ടോ. അമ്മയാണ് എനിക്ക് അരിഞ്ഞു തന്നത്. അപ്പോൾ നമുക്ക് ചക്ക വറ്റൽ ഉണ്ടാക്കാം. നമ്മുടെ ചക്ക വറ്റലിനെ നല്ല ഉപ്പ് വേണ്ടേ. അപ്പം നമുക്കതേ കുറച്ച് ഉപ്പ് വെള്ളം ഒന്ന് കലക്കി വെക്കാം കേട്ടോ. ഉപ്പ് കുടയാനായിട്ടാണ്. കുറച്ച് ഉപ്പ് വെള്ളം മതി, ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കൂട്ടുകാരെ, നമ്മുടെ ചക്ക വറ്റൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആവശ്യത്തിന് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചത് വെളിച്ചെണ്ണ നല്ല അടിപൊളി ചൂടായിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമ്മൾ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ ചക്ക നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ കുറേശ്ശെ മാത്രമേ ആദ്യം ഇടുന്നുള്ളൂ കേട്ടോ. ഒന്ന് മൂക്കട്ടെ. അപ്പൊ കൂട്ടുകാരെ, ഞാൻ ഇതുവരെ കടയിൽ നിന്ന് മാത്രം ചക്ക വറ്റലൊക്കെ മേടിച്ച് കഴിച്ചിട്ടുള്ളൂ കേട്ടോ. എനിക്ക് ഭയങ്കര ഇരട്ടി സന്തോഷമാണ്. ഞാൻ സ്വന്തമായിട്ട് പോയി ചക്ക വെട്ടിക്കൊണ്ട് വന്നു, ചക്ക വൃത്തിയാക്കി ചക്ക നമ്മൾ അരിഞ്ഞെടുത്ത് സ്വന്തമായിട്ട് നമ്മൾ ചക്ക വറ്റൽ ഉണ്ടാക്കുമല്ലേ. അപ്പൊ അതിന് പ്രത്യേക ഒരു സന്തോഷമാണ് കേട്ടോ. നമ്മള് ഒരു ട്രിപ്പ് ഇട്ട് അത് കോരിയെടുത്തേ, അതിന് അടുത്ത് ഇടാൻ പോവുക കേട്ടോ. നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇതളുകളാക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അത്രയൊന്നും മൂക്കട്ടെ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ഉപ്പ് വേണമല്ലോ. നമ്മുടെ എന്താ പറയണ്ടേ, നമ്മുടെ ചക്ക വറ്റലിന് ഉപ്പ് വേണം. അപ്പൊ അതേ കുറച്ച് ഉപ്പ് ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. എല്ലായിടും ഇങ്ങനെ ഉപ്പാക്കിയിട്ടുണ്ട്. ഉപ്പാക്കിയിട്ട് നമ്മുടെ ചക്ക വറ്റല് രണ്ടാമത്തെ തവണത്തെയാണിത് കേട്ടോ. നമ്മളിനി കോരാൻ പോവാണേ. കോരിയെടുക്കാം. ഇതിന്റെ പരുവെന്ന് പറഞ്ഞാൽ കൂട്ടുകാരെ ഒരു ഗോൾഡ് കളർ വരണം കേട്ടോ. ഒരു യെല്ലോ ഗോൾഡ് കളർ വരണം. ഇതിനകത്ത് നമ്മൾ മഞ്ഞൾപ്പൊടിയോ ഒന്നും ഒരു കളറും കലക്കി ചേർത്തിട്ടില്ല. കാരണം നമ്മുടെ ചക്കയ്ക്ക് അത്യാവശ്യം എന്താ പറയണ്ട പഴുത്ത കളർ ഉണ്ടായിരുന്നല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ പോയി ചക്ക വറ്റൽ മേടിക്കണമെങ്കിലേ കൂട്ടുകാരെ എത്ര രൂപ വേണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഒരു മായവും ചേരാത്ത നമ്മുടെ മരത്തിൽ നിന്നും നമ്മൾ ചക്ക പിച്ചിയെടുത്ത് വൃത്തിയാക്കി ഉണ്ടാക്കിയ നല്ല ചക്ക വറ്റലാണ് കേട്ടോ. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ ചക്ക വറ്റൽ കിടക്കുന്ന കിടപ്പ് കണ്ടോ. ഇപ്പന്മാരൊരു പേപ്പർ, ഒരു മുറം എടുത്ത് അതിനകത്തൊരു പേപ്പർ വിരിച്ചിട്ടിട്ട് ഉപ്പും എല്ലാം തളിച്ചതിന് ശേഷം കൊണ്ട് ഞാൻ ചൂടാറാൻ വേണ്ടി മുറത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചേക്കുവാണ് കേട്ടോ. നമ്മുടെ അടിപൊളി ചക്ക വറ്റൽ കേട്ടോ. നല്ല മുറ കേൾക്കുന്ന സൗണ്ടുള്ള നമ്മുടെ സുന്ദരൻ ചക്ക വറ്റലേ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായ നമ്മുടെ ചക്ക വറ്റല്. കൂട്ടുകാരെ, നമ്മൾ നല്ല അടിപൊളി ചക്ക വറ്റലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഒരു കാര്യവും അറിയത്തില്ല എന്നും പറഞ്ഞ് മാറി നിൽക്കുന്നതിനെക്കാട്ടി നല്ലത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കത്തില്ലേ. ചിലപ്പോ അത് വിജയിക്കാം, ചിലപ്പോ അത് പരാജയപ്പെടാം. പക്ഷെ ഒരു പരാജയം ഒരു വിജയത്തിന്റെ മുന്നോടിയാണ് എന്നല്ലേ. എന്തായാലും ഞാനിവിടെ ഉണ്ടാക്കിയത് നല്ല വിജയകരമായിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ട് ഉണ്ടാക്കിയാണെങ്കിലും വിജയിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ചക്ക വറ്റൽ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചക്ക പോയി പറിച്ച് ചക്ക വറ്റൽ ഉണ്ടാക്കിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും നമ്മുടെ വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യാനും ഒന്നും മടിക്കണ്ട. വേറൊരു വീഡിയോ വരുന്നതായിരിക്കും. എന്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.